السلام عليكم. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, ബുസ്താനുൽ ഉലൂം സ്ഥാപനങ്ങളുടെ ഈ മഹാസമ്മേളനത്തിൽ അള്ളാഹുവിന് സ്തുതി, അൽഹംദുലില്ലാഹ്. സംഘാടകരോട് നന്ദി പ്രകാശിപ്പിക്കുന്നു. ഏതൊരു പ്രദേശത്തിൻ്റെയും വളർച്ച വൈജ്ഞാനിക രംഗത്തുള്ള വളർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കപ്പെടുന്നത്. വിജ്ഞാനം അതിപ്രധാനമാണ്. വിജ്ഞാനമെന്ന് നാം പറയുമ്പോഴേ അത് ആത്മീയമായ വിജ്ഞാനവും ഭൗതികമായ വിജ്ഞാനവും ഉൾക്കൊള്ളുന്നതാണ്. അത് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി ആവേണ്ടതുമാണ്. ആ നിലയിൽ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്ന വിധത്തിലുള്ള വിജ്ഞാനങ്ങൾ നൽകാൻ വിഭാവനം ചെയ്തുകൊണ്ടുള്ള ഒരു ക്യാമ്പസ് പതിറ്റാണ്ടുകളായി ഇവിടെ സജീവമായി നിലനിൽക്കുന്നു എന്നത് അഭിനന്ദനാർഹമായ ഒരു കാര്യമാണ്. ഇന്ന് ലോകത്ത് മനുഷ്യർക്ക് ഉള്ള ഏറ്റവും വലിയ ദാരിദ്ര്യം മൂല്യങ്ങളെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ധാർമ്മികതയും മൂല്യങ്ങളും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു പുതിയ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുമോ എന്നത് പലരും സംശയിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചം ഒരു അത്ഭുത സൃഷ്ടിയാണ്. ഈ പ്രപഞ്ചത്തിലെ ചെറുതും വലുതുമായ ഓരോ കാര്യങ്ങളും വളരെ സങ്കീർണമായും വളരെ ഭദ്രമായും വളരെ കൃത്യമായും ആണ് ഇവിടെ സംവിധാനിച്ചിട്ടുള്ളത്. അത് സംവിധാനിച്ചതൊന്നുമല്ല, തനിയെ ഉണ്ടായതാണ് എന്ന് പറയാൻ മാത്രം ചെറുതല്ല ഇതിൻ്റെ കൃത്യതയും ഭദ്രതയും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളിലും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, നിങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ മനുഷ്യരോട് ചോദിക്കുന്നത്. ആ കാണൽ, ആ ചിന്ത, ആ ഗവേഷണം അത് മനുഷ്യനെ കൊണ്ടെത്തിക്കുന്നത് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചിട്ടുള്ള പരാശക്തിയെക്കുറിച്ചാണ്. ദൈവമെന്ന് ദൈവവിശ്വാസികൾ പറയുന്ന, വിവിധ ഭാഷകളിൽ വിളിക്കപ്പെടുന്ന സർവശക്തനും സർവലോക പരിപാലകനുമായ സൃഷ്ടാവിൻ്റെ സൃഷ്ടി വൈഭവമാണിത് എന്ന് ഏതൊരാൾക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് മനുഷ്യർക്ക് അള്ളാഹു നിയമങ്ങൾ നൽകിയത്. ആദ്യ മനുഷ്യനായ ആദം അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിൻ്റെ പത്നി ഹവ്വായിനെയും ഈ ഭൂമിയിലേക്ക് അയച്ചപ്പോൾ അള്ളാഹു നൽകിയിട്ടുള്ളത് ഫഇമ്മാ യഅതിയന്നകും മിന്നീ ഹുദാ ഫമൻ തബിഅ ഹുദായ ഫലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ഭൂമിയിൽ പോയി ജീവിക്കുവാൻ ആദം ദമ്പതികൾക്ക് അള്ളാഹു കൽപ്പന നൽകുന്നു. എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്യണം, എന്ത് ചെയ്യാതിരിക്കണം എന്നതിന് ഒരു മുൻ മാതൃകയില്ല, ഒരു മാർഗരേഖയും മുമ്പിലില്ല. അവരോടാണ് അള്ളാഹു പറഞ്ഞത്, നിങ്ങൾക്ക് എൻ്റെ മാർഗദർശനം വന്നു കിട്ടും. അങ്ങനെ എൻ്റെ മാർഗദർശനം വന്നു കിട്ടുമ്പോൾ അതനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഭയപ്പെടേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല എന്ന്. ഭയപ്പാടും ദുഃഖവുമില്ലാത്ത ഒരു ജീവിതമാണ് എല്ലാ മനുഷ്യരും എക്കാലത്തും എല്ലാ പ്രദേശത്തും ആഗ്രഹിക്കുന്നത് എന്നറിയാം. ഭയപ്പാടില്ലാത്ത, നിർഭയത്വമുള്ള ഒരു ജീവിതം, ദുഃഖമില്ലാത്ത, സന്തോഷമുള്ള ഒരു ജീവിതം, അത് മനുഷ്യർക്ക് നൽകുന്നതിന് വേണ്ടി പിൽക്കാലത്ത് എല്ലാ പ്രദേശങ്ങളിലും മനുഷ്യരുള്ള സംസ്കാരമുള്ള എല്ലാ പ്രദേശങ്ങളിലേക്കും അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിക്കുകയുണ്ടായി. ഖുർആൻ പറഞ്ഞത് വഇൻ മിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു സമൂഹവുമില്ല അതിലേക്ക് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിട്ടല്ലാതെ എന്ന്. അതുപോലെ തന്നെ വലിക്കുല്ലി ഖൗമിൻ ഹാദ്, എല്ലാ ഖൗമിനും സമൂഹത്തിനും
ഒരു മാർഗദർശി വന്നിട്ടുണ്ട് എന്നാണ്. ഇപ്പോൾ ലോകം മനുഷ്യവാസം തുടങ്ങിയിട്ട് എത്രയോ സഹസ്രാബ്ദങ്ങളായി. ആ പ്രദേശങ്ങളിലൊക്കെ തന്നെ അല്ലാഹു തആല നിയമപുസ്തകവുമായി നിയമാവലികളുമായി പ്രവാചകന്മാരെ അയച്ചു. ആ പ്രവാചകന്മാരിൽ 25 ആളുകളുടെ പേരും ചരിത്രവും മാത്രമാണ് ഖുർആനിലുള്ളത്. അതിനേക്കാൾ എത്രയോ മടങ്ങ്, എത്രയോ ഇരട്ടി പ്രവാചകന്മാർ വന്നിട്ടുണ്ട് എന്ന് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രവാചകന്മാരുടെ മുഴുവൻ സന്ദേശത്തിൻ്റെ ആകത്തുക ഈ പരാലോകത്തെ അല്ലെങ്കിൽ ഈ അണ്ഡകടാഹങ്ങളെ മുഴുവനും സൃഷ്ടിച്ചു പരിപാലിക്കുന്ന പരാശക്തിക്ക് വണങ്ങുക, അവനെ മാത്രം ആരാധിക്കുക, അവനോട് മാത്രം പ്രാർത്ഥിക്കുക, അവൻ്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്ന സന്ദേശമാണ്. ഷഹാദത്ത് കലിമയുടെ അർത്ഥവും വ്യാപ്തിയും മനസ്സിലാക്കിയാൽ നമുക്കറിയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ആദ്യ ഭാഗം പറയുന്നത് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു അല്ലാഹു അല്ലാതെ ഇലാഹില്ല, ആരാധ്യനില്ല, പ്രാർത്ഥനക്കർഹനായി വേറെ ആരുമില്ല എന്നാണ്. അറബി ഭാഷയിൽ എല്ലാവരും അല്ലാഹു എന്ന് തന്നെയാണ് പറയുന്നത്. അറേബ്യയിലെ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും യഹൂദികളും യസീദികളും മറ്റെല്ലാ ആളുകളും സൃഷ്ടാവും നിയന്താവും പരിപാലകനുമായ പരബ്രഹ്മത്തെ, ദൈവത്തെ, ഈശ്വരനെ അറബി ഭാഷയിൽ പറയുന്നത് അല്ലാഹു എന്നാണ്. അല്ലാഹു എന്നത് മുസ്ലിങ്ങളുടെ ദൈവത്തിന് അവരിട്ട ഒരു പേരല്ല, മറിച്ച് അറബി ഭാഷയിൽ ഇത്രയും ഗുണങ്ങളുള്ള ദൈവത്തിന് ഉപയോഗിക്കുന്ന ഒരു പദമാണ്. അപ്പോൾ നമ്മൾ ആരാധിക്കേണ്ടത്, നാം പ്രാർത്ഥിക്കേണ്ടത്, നാം തേടേണ്ടത് അത് മുഴുവനും ഈ സൃഷ്ടാവിനോടാണ് എന്നതാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ അതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ ആദർശത്തെക്കുറിച്ചും മനസ്സിലാക്കിയാൽ നമുക്കറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന തൗഹീദാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രഥമവും പ്രധാനപ്പെട്ടതുമായ ആദർശം എന്ന്. ഇത് നമ്മളിപ്പോൾ കൂടുതൽ പറയേണ്ട ഒരു കാലമാണ്. ഒരു ഭാഗത്ത് നാസ്തികന്മാർ വളർന്നു വരുന്നു, ദൈവനിഷേധികളായ ആളുകൾ. യുക്തിവാദത്തിൻ്റെയും അതുപോലെ സ്വാതന്ത്ര്യ ബോധത്തിൻ്റെയും ഒക്കെ പേരിൽ നാസ്തികത പ്രചരിപ്പിക്കുന്നു. നാസ്തികതയെ ശാസ്ത്രീയമായി വിശകലനം ചെയ്യാൻ അവരൊട്ട് തയ്യാറുമില്ല. അവർക്കാവശ്യം ഇസ്ലാമിനെ പരിഹസിക്കുക, പ്രത്യേകിച്ചും മതങ്ങളെ മൊത്തത്തിലും പരിഹസിക്കുക, ഇസ്ലാമിൻ്റെ പ്രവാചകനെ പരിഹസിക്കുക, മുസ്ലിങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന തിന്മകളെ പർവ്വതീകരിക്കുക, എന്നിട്ട് മനുഷ്യരെ മതവിരുദ്ധരാക്കി തീർക്കുക എന്നതാണ്. അവരോട് നമുക്ക് ചോദിക്കാനുണ്ട്, ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി എന്നും എങ്ങനെ ഏകകോശ ജീവി ഉണ്ടായി എന്നും ആ ജീവി പിന്നെ അത് വിഘടിച്ച് ഒരുപാട് കോശങ്ങളുള്ള ജീവിയായി എന്നും പിന്നീട് എങ്ങനെ ഇക്കാണുന്ന പ്രപഞ്ചമുണ്ടായി എന്നും ഉള്ള ചോദ്യത്തിന് തനിയെ ഉണ്ടായി എന്ന മറുപടി ബുദ്ധിപരമല്ല എന്ന് ഈ യുക്തിവാദികൾ മനസ്സിലാക്കണം. ഒരു സൃഷ്ടാവില്ലാതെ, ഒരു നിയന്താവില്ലാതെ, ഒരു ക്രമീകരണമില്ലാതെ, ഒരു വ്യവസ്ഥയില്ലാതെയാണ് ഈ പ്രപഞ്ചം മുന്നോട്ട് പോകുന്നത് എന്ന് പറയാൻ കഴിയുമോ? ഒരു ഭൂമി മാത്രമല്ല, ഭൂമിയല്ലാത്ത ആകാശലോകത്തുള്ള കോടിക്കണക്കിന് ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, ഗ്രഹങ്ങൾ, ഉപഗ്രഹങ്ങൾ, അതിൻ്റെ കറക്കങ്ങൾ, അതിൽ അനുഭവപ്പെടുന്ന മാറ്റങ്ങൾ ഇന്നും കണ്ടുപിടിച്ച് തീർന്നിട്ടില്ല. എത്ര നക്ഷത്രങ്ങളുണ്ട് എന്നോ എത്ര ഗോളങ്ങളുണ്ട് എന്നോ ഈ ഭൂമിയെക്കുറിച്ച് പോലും ഇനിയും പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്ര സങ്കീർണമായ, ഇത്ര ഭദ്രമായ, ഇത്ര ശാസ്ത്രീയമായ, ഇത്ര വ്യവസ്ഥാപിതമായ ഒരു കാര്യത്തെ നിഷേധിക്കുന്നത്, അതിൻ്റെ പുറകിലുള്ള സൃഷ്ടാവിനെ നിഷേധിക്കുന്നത് ബുദ്ധിശൂന്യതയാണ് എന്ന് നാം അറിയണം. അപ്പോൾ തൗഹീദിൽ നിന്നുള്ള ഒരു വ്യതിചലനം അത് നാസ്തികതയിലേക്കുള്ള വ്യതിചലനമാണ്, ദൈവനിഷേധമാണ്. പക്ഷേ നാസ്തികരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇങ്ങനെ ആധികാരികമായ പഠനത്തിനോ ചർച്ചയ്ക്കോ സാധ്യമല്ല എന്നത് അടുത്ത കാലത്തുണ്ടായ
നാസ്തികന്മാരുമായിട്ടുള്ള സംവാദങ്ങൾ ശ്രവിച്ചവർക്ക് അറിയാൻ കഴിയുന്ന കാര്യമാണ്. മറ്റൊന്ന്, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ഈ കലിമയുടെ എല്ലാ പ്രവാചകന്മാരും പറഞ്ഞ എല്ലാ മതഗ്രന്ഥങ്ങളും ഉദ്ഘോഷിക്കുന്ന ഈ ഒരു ആശയത്തെ മതത്തിൻ്റെ ഉള്ളിലുള്ള ആളുകൾ തന്നെ തള്ളിക്കളയുകയും ഉപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഈ പടച്ചവനല്ലാത്ത ശക്തികളോടും ആളുകളോടും പ്രാർത്ഥിക്കുകയും അവർക്ക് ആരാധന നടത്തുകയും ചെയ്യുന്ന വ്യതിയാനമാണ്. തൗഹീദിൽ നിന്നുള്ള വ്യതിയാനത്തെ ഷിർക്ക് എന്ന് പറയും. അള്ളാഹുവിൽ പങ്കുചേർക്കുക എന്ന ഗുരുതരമായ കുറ്റം ചെയ്യുന്നതിലേക്ക് അള്ളാഹുവിനെക്കുറിച്ച്, ദൈവത്തെക്കുറിച്ച്, ഈശ്വരനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമൂഹങ്ങളിൽ തന്നെ മാറ്റങ്ങൾ ഉണ്ടായി എന്നത് സങ്കടകരമാണ്. അത് പ്രചരിപ്പിച്ചത് മതത്തിൻ്റെ അടയാളങ്ങളുള്ള മത നേതാക്കളാണെന്ന് പറയുന്ന പൗരോഹിത്യമാണ്. എല്ലാ വിഭാഗങ്ങളിലും പുരോഹിതന്മാർ ഉണ്ട്. മുസ്ലിങ്ങളിലും ക്രിസ്ത്യാനികളിലും ഹിന്ദുക്കളിലും അവരുടെ വിവിധ അവാന്തര വിഭാഗങ്ങളിലും പുരോഹിതന്മാരെ കാണാം. ആ പുരോഹിതന്മാർ വന്ന് സമൂഹത്തെ ചൂഷണം ചെയ്യുന്നു. ആ ചൂഷണത്തിന് അവരുപയോഗിക്കുന്നത് അവരുടെ അനുയായികളുടെ അജ്ഞതയാണ്. അനുയായികൾക്ക് ദൈവത്തെക്കുറിച്ച് അറിയില്ല, അനുയായികൾക്ക് മനുഷ്യരെക്കുറിച്ച് അറിയില്ല, അനുയായികൾക്ക് എന്താണ് മതം പഠിപ്പിക്കുന്നത് എന്നും അറിയില്ല. അങ്ങനെയാണ് ഈ പുരോഹിതന്മാർ വന്ന് പറയുന്നത്, നിങ്ങളൊക്കെ പാപം ചെയ്ത ആളുകളാണ്, കുറ്റം ചെയ്തു പോയ ആളുകളാണ്. ആരാണ് ഒരു കുറ്റവും ചെയ്യാത്തവരായി ഉള്ളത്? എല്ലാവരും ഏതെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടാകും. ആ ആളുകളോട് പുരോഹിതൻ ദൈവത്തിൻ്റെ പേരിൽ പ്രത്യക്ഷപ്പെട്ട് പറയുന്നത്, നിങ്ങളൊക്കെ കുറ്റവാളികളാണ്, അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം സ്വീകരിക്കില്ല. അപ്പോൾ പിന്നെ എന്തുണ്ട് വഴി? ഞങ്ങൾ ദൈവത്തിൻ്റെ ആളുകളാണ്, പടച്ചവൻ്റെ അടുത്ത ആളുകളാണ്, മുഖറബീങ്ങളാണ്, അതുകൊണ്ട് ദിവ്യന്മാരായ ഞങ്ങളോട് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ ഞങ്ങൾ ആ പ്രാർത്ഥന ദൈവത്തിലേക്ക് എത്തിക്കാം എന്ന്. ശരി, എന്നാൽ നിങ്ങൾ ഞങ്ങൾക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞാലോ? അപ്പോഴവർ പറയും, ഓരോ ആവശ്യത്തിന് ഇത്ര രൂപ തരണം, ഇന്ന പ്രാർത്ഥനയ്ക്ക് ഇന്ന നേർച്ച തരണം, അല്ലെങ്കിൽ ഇന്ന കാര്യം പൂർത്തീകരിക്കാൻ ഇത്ര തുക ആവശ്യമാണ് എന്നു പറഞ്ഞുകൊണ്ട് മനുഷ്യരുടെ അജ്ഞത ചൂഷണം ചെയ്യുകയാണ് ഈ പുരോഹിതന്മാർ. അതിൽ ജാതിമത വ്യത്യാസമൊന്നുമില്ല. ഇപ്പം നോക്കൂ, ഒരു മാസത്തിനുള്ളിലാണ് കാസർഗോഡ് ജില്ലയിൽ ഒരു ജിന്നുമ്മ അവിടെ ചികിത്സ നടത്തുന്നത് എത്രയോ കാലമായി. പക്ഷേ ഇപ്പോൾ പിടിക്കപ്പെട്ടത് ആ ജിന്നുമ്മ ജിന്നുകളുമായി സംഭാഷണം നടത്തുന്നു. ആ ജിന്നുകൾ ഈ ഉമ്മയുടെ ശരീരത്തിൽ വന്ന് താമസിക്കുന്നു. എന്നിട്ട് ഈ ജിന്നുമ്മക്ക് അദൃശ്യമായ വിവരങ്ങൾ നൽകുന്നു. ആ ജിന്നുമ്മ രോഗികളെ ചികിത്സിക്കുന്നു. അങ്ങനെ പറഞ്ഞ് വലുതായപ്പോൾ സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകൾ, പണ്ഡിതന്മാർ പോലും അവിടെ വരികയും അവരുടെ ശിഷ്യത്വം സ്വീകരിക്കുകയും അവരിൽ നിന്ന് നന്മ ആഗ്രഹിക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ഇതുപോലെ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് മഠങ്ങളും ഒരുപാട് ധ്യാന കേന്ദ്രങ്ങളും ഇത്തരത്തിലുള്ള അദൃശ്യമായി മനുഷ്യനെ സഹായിക്കുവാൻ അദൃശ്യ ജീവികളെ കൂട്ടുപിടിച്ച് അവരെ ആവാഹിച്ച് അവരെ ഉപയോഗപ്പെടുത്തി മനുഷ്യരിൽ ജീവിക്കുന്നു എന്ന് കാണാം. ഇവിടെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന് കൃത്യമായ ഒരു നിലപാടുണ്ട്. ആ നിലപാടുള്ളത് കൊണ്ടാണ് ജിന്ന് പൂജയെ നമ്മൾ എതിർക്കുന്നത്. മനുഷ്യ കഴിവിനപ്പുറത്തുള്ള ഏതൊരു സഹായ അഭ്യർത്ഥനയും ജിന്നിനോടായാലും മലക്കിനോടായാലും മരിച്ചുപോയ മഹാത്മാക്കളോടായാലും ആരോടായാലും അത് ഷിർക്കാണ് എന്ന് കൃത്യമായി നാം പറയുന്നത്. മാത്രവുമല്ല, ഇവർ പറയുന്ന പോലെയാണെങ്കിൽ ഒരാൾക്ക് ക്യാൻസർ പിടിപെട്ടു, അത് ജിന്നുണ്ടാക്കിയതാണ്. ഒരാളുടെ കിഡ്നി ഫെയിലിയറായി, അത് ജിന്ന് ശരീരത്തിൽ കടന്നുകൂടിയിട്ടുണ്ടാക്കിയതാണ് എന്നൊക്കെ പറഞ്ഞ് വലുതാക്കിയെടുത്ത് മനുഷ്യരെ പേടിപ്പിക്കുകയാണ്. മനുഷ്യർക്ക് പേടിയാണ്. എന്തിനേറെ, ഒരു ഖബറിൻ്റെ അടുത്തുകൂടെ ശ്മശാനത്തിലൂടെ നടന്നു പോവാൻ മുജാഹിദുകളല്ലാത്ത എല്ലാവർക്കും ഭയമാണ്. ശരിക്കു പറഞ്ഞാൽ ഏറെ നിർഭയത്വമുള്ള സ്ഥലമാണ് ഈ ഖബറിസ്ഥാൻ. കാരണം അവിടെ ആർക്കും ജീവനില്ല, ആരും നമ്മെ ഉപദ്രവിക്കില്ല, ആരും നമ്മെ അടിച്ചു വീഴ്ത്തുകയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ ആളുകൾക്ക് പേടി മരിച്ചുപോയ ആളുകളെയാണ്. എന്താണ്? അവിടെ ഭൂതമുണ്ടാകും, പ്രേതമുണ്ടാകും, ജിന്നുണ്ടാകും, ശൈത്താനുണ്ടാകും, വേറെ പലതും ഉണ്ടാകും എന്ന് വിചാരിക്കാം. മുജാഹിദുകളുടെ
നമ്മുടെ MSM ബാലവേദി പ്രായത്തിലുള്ള ഒരു കുട്ടിക്ക് നല്ലൊരു ടോർച്ച്, ലൈറ്റുള്ള ഒരു ടോർച്ച് എടുത്തു കൊടുത്ത് ഖബർസ്ഥാൻ്റെ അപ്പുറത്ത് പോയി ഒരു കാര്യം ചെയ്തു വരാൻ പറഞ്ഞാൽ അവൻ പോകും. കാരണം എന്താ? അവനൊരു ഭയവുമില്ല. വലാ തഖാഫൂഹും വഖാഫൂനി, നിങ്ങൾ അവരെ ഒന്നും പേടിക്കണ്ട, നിങ്ങൾ എന്നെ പേടിച്ചുകൊള്ളൂ എന്ന് അള്ളാഹു പറഞ്ഞത് ആരാധ്യനായ അള്ളാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാം പറയുന്ന അള്ളാഹു പറഞ്ഞത് അള്ളാഹുവിനെ മാത്രം പേടിച്ച് ജീവിച്ചാൽ മതി എന്നാണ്. എന്നാൽ ഇവരൊക്കെ ഈ വസ്തുക്കളെ മുഴുവനും പേടിച്ച് ജീവിക്കണമെന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഖുർആനിൽ പരലോകത്ത് പലിശ ഭുജിക്കുന്ന ആളുകൾ, അവർ ജിന്നുബാധയേറ്റ് അവർ മറിഞ്ഞു വീണ ആളുകളെപ്പോലെ ആയിരിക്കും എന്നൊരു പ്രയോഗമുണ്ട്. ഒരു ഹദീസിൽ മനുഷ്യൻ്റെ രക്തം ഒഴുകുന്ന സ്ഥലത്ത് കൂടെ ശൈത്താൻ ഒഴുകും എന്ന ഒരു ഹദീസുമുണ്ട്. ആ പറഞ്ഞത് അത്രമാത്രമേ നമുക്കുണ്ടാക്കും. അതുപോലെ തന്നെ എല്ലാ മനുഷ്യനിലും ജിന്ന് പ്രവേശിക്കും എന്നൊക്കെ പറഞ്ഞു പരത്തിയപ്പോൾ അതിൻ്റെ ദുരന്തം നാം കണ്ടു. മനുഷ്യരുടെ രക്തത്തിലൂടെ ശൈത്താൻ ഒഴുകുമെന്ന് പറഞ്ഞെടുത്ത് തന്നെ പറയുന്നുണ്ട്, മനുഷ്യൻ്റെ മനസ്സിൽ വസ്വാസ് ഉണ്ടാക്കും എന്ന്. ഇതിൻ്റെ അപ്പുറത്തെ ഗൈബിയായ കാര്യങ്ങൾക്ക് അതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ, ഖുർആനിലും സുന്നത്തിലും പഠിപ്പിച്ചതിൻ്റെ അപ്പുറത്തേക്ക് പറയാൻ നമുക്കാർക്കും യാതൊരു അധികാരവുമില്ല. അവിടെ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടാണ് കുറേ ആളുകൾ ജിന്ന് പൂജയിലേക്ക് പോയത്, കുറേ ആളുകൾ അത് ശിർക്കല്ല എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഖുർആനിൽ ഉണ്ട് എന്ന് പറഞ്ഞ മലക്ക്, ജിന്ന്, ഷെയ്ത്താൻ തുടങ്ങിയവയുടെ അസ്തിത്വം പോലും നിഷേധിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിക വിശ്വാസം വളരെ ആധികാരികമാണ്, വളരെ ശാസ്ത്രീയമാണ്, അത് വളരെ ബുദ്ധിപരവുമാണ്. അതുകൊണ്ട് തന്നെ ഈ രംഗത്ത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യൻ സമാധാനത്തിലെത്തും. ഖുലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുക, നിങ്ങൾ വിജയിക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞവന് ഒരു പൗരോഹിത്യത്തിനും അവനെ വഴിപിഴപ്പിക്കാൻ കഴിയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന മനുഷ്യനെ ശിർക്കിലേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പക്ഷെ എന്ത് വേണം? ആ പറയുന്നത് മനസ്സിലാക്കി അർത്ഥമറിഞ്ഞ് വിശ്വസിച്ചുകൊണ്ടായിരിക്കണം പറയുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. ഷഹാദത്ത് കലിമയുടെ രണ്ടാമത്തെ ഭാഗം വഅശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ റസൂലാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു. ഇവിടെ ഈ സാക്ഷി പറയുക എന്നത് നമ്മൾ വിചാരിച്ചത്, ഒരു സംഭവം നടന്നാൽ അവിടെ പോലീസ് വന്ന് ചോദിക്കുമ്പോൾ ആരാ സാക്ഷികൾ? ഞാൻ സാക്ഷിയാണ്. അല്ലെ, കോടതിയിൽ സാക്ഷികളെ ഹാജരാക്കുമ്പോൾ ഞാൻ സാക്ഷിയാണ്. ഇത്ര മതിയോ? അള്ളാഹു ഉണ്ട് എന്നതിന് ഞാൻ സാക്ഷിയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതിന്. അങ്ങനെ ഒരു നബി പണ്ട് അറേബ്യയിൽ വന്നിട്ടുണ്ട് എന്നത് ഞാൻ സാക്ഷിയാണ്, ചരിത്രമൊക്കെ വായിച്ചപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അത്ര മതിയോ? അല്ല, അതിൻ്റെ അപ്പുറത്ത് എന്താണെന്നറിയോ? അറിഞ്ഞ് മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാനുള്ള മനസ്സോടുകൂടി പ്രഖ്യാപിക്കണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് എന്നത് ഞാൻ സാക്ഷിയാണ്. എൻ്റെ ജീവിതം സാക്ഷിയാണ്, എൻ്റെ വാക്കുകൾ സാക്ഷിയാണ്, എൻ്റെ പെരുമാറ്റം സാക്ഷിയാണ്. ഞാൻ ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി അംഗീകരിക്കുന്നു എന്നത് എൻ്റെ ജീവിതം കൊണ്ട് രേഖപ്പെടുത്താൻ ഞാൻ തയ്യാറാണ്. അപ്പോഴാണ് ഈ സത്യസാക്ഷ്യം പൂർണ്ണമാവുക എന്ന് നമ്മൾ അറിയണം. നമുക്ക് സൗകര്യമുള്ള കുറേ കാര്യങ്ങൾ ദീൻ അനുഷ്ഠിക്കുകയും സൗകര്യമില്ലാത്ത കുറേ കാര്യങ്ങളെ നമ്മുടെ സൗകര്യത്തിനാക്കുകയും ചെയ്യുന്നത് സത്യസാക്ഷ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് എതിരായിരിക്കുമെന്ന് നാം മനസ്സിലാക്കണം. ഏതായാലും ഈ ഒരു ഫാമിലി മീറ്റ് നന്നായി. നമുക്ക് സ്വസ്ഥതയും സമാധാനവും ആളുകൾക്ക് ആവശ്യം ഫാമിലിയിലാണ്. ഫാമിലി വേണമോ വേണ്ടയോ എന്നത് ഇപ്പം തർക്കം തുടങ്ങിയിരിക്കുന്നു. സ്വതന്ത്ര ചിന്തകരായ ആളുകൾ ചിലർ പറയുന്നു ഫാമിലി ആവശ്യമില്ല, ആളുകൾ അങ്ങനെ ജീവിച്ചാൽ മതി. അപ്പോൾ ജൈവശാസ്ത്രപരമായി, ശാരീരികമായി, വൈകാരികമായി അവർക്ക് ലഭിക്കേണ്ട കാര്യങ്ങൾക്ക് എന്ത് ചെയ്യും? അതിന് പറയുന്നത് വിവാഹം ആവശ്യമില്ല. ഒരു പുരുഷൻ അവന് ഇഷ്ടപ്പെട്ട ഒരു സ്ത്രീയുമായി എത്ര ദിവസത്തിന് വേണമെങ്കിലും ഒരുമിച്ച് ജീവിക്കാം, ലിവിങ് ടുഗദർ, അത് മതി എന്നാണ്. അങ്ങനെ ജീവിക്കാൻ ശ്രമിച്ച പല പ്രദേശങ്ങളിലും ഇപ്പോൾ അവർ മടങ്ങുന്നത് ബാക്ക് ടു ഫാമിലി എന്നാണ്. ഫാമിലിയിലേക്ക് മടങ്ങുക, കുടുംബ ജീവിതം വേണം. വഖലഖനാകും അസ്വാജ,
നിങ്ങളെ ഇണകളായി സൃഷ്ടിച്ചിരിക്കുന്നു. ആ ഇണ സമ്പ്രദായം, ഇണയായി തുണയായി പരസ്പരം താങ്ങായി തണലായി ജീവിക്കുന്ന കുടുംബമുണ്ടാകണം. ആ കുടുംബത്തിൽ നിന്ന് കുഞ്ഞുങ്ങളും ഉണ്ടാകണം. ലിവിങ് ടുഗദർ കുഞ്ഞുങ്ങൾ വേണമെന്നില്ല. വിവാഹിതർ തന്നെ കുഞ്ഞുങ്ങൾ വേണ്ട എന്ന് തീരുമാനിക്കുന്ന കാലം അങ്ങനെയല്ല. വിവാഹമുണ്ടാകണം, അതിന് മാനസികമായ നല്ല അടുപ്പമുണ്ടാകണം, പരസ്പരം സ്നേഹിച്ചും കാരുണ്യത്തോടും കൂടി മുന്നോട്ട് പോകണം. അത് എല്ലാ വിഭാഗം ആളുകൾക്കും ആവശ്യമുള്ള കാര്യമാണ്, നമ്മുടെ നിലനിൽപ്പിൻ്റെയും ഒരു പ്രശ്നമാണ്. ഇങ്ങനെ ഒരു സെഷൻ ഒരു ദിവസം മുഴുവനും ഫാമിലിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇവിടെ ഉണ്ടാക്കിയതിന്, ഏർപ്പെടുത്തിയതിന് ഇതിൻ്റെ ഭാരവാഹികളെ ഞാൻ അഭിനന്ദിക്കുകയും ഈ അവസരത്തിന് നന്ദി രേഖപ്പെടുത്തുകയും, ബുസ്താനുൽ ഉലൂം ഇവിടെ എഴുതി വച്ചിട്ടുണ്ട്, മധ്യ കേരളത്തിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി എന്നാണ്. ജാമിഅ എന്നാണ് ഇപ്പോൾ ഇതിന് പറയുന്നത്, ജാമിയത്ത് ബുസ്താനുൽ ഉലൂം. ജാമിഅ എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസ സമുച്ചയം എന്നാണ്. വിവിധ കോഴ്സുകൾ പഠിപ്പിക്കുന്ന വിവിധ സ്ഥാപനങ്ങളുള്ള ഒരു സമുച്ചയമാണ് ജാമിഅ. അതിനാണ് നമ്മൾ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത്. സർവകലാശാല, സർവകലകളുടെയും ഉലൂം, ബുസ്താൻ അൽ ഉലൂം ആണ്. ഉലൂം എന്ന് പറഞ്ഞാൽ ശാസ്ത്രങ്ങൾ, വിജ്ഞാനങ്ങൾ, അറിവുകൾ എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു വലിയ പുരോഗതിയിലേക്ക് ഈ സ്ഥാപനം എത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യനായ